സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18 വാക്യം 25. ശീമോൻ പത്രോസ് തീ കാഞ്ഞു നിൽക്കുമ്പോൾ നീയും അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന് ചിലർ അവനോട് ചോദിച്ചു. അല്ല എന്ന് അവൻ മറുത്തു പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18 അധ്യായം 25 വാക്യത്തിൽ പത്രോസിൻ്റെ മറുത്തു പറയൽ അഥവാ പത്രോസിൻ്റെ തള്ളിപ്പറയലാണ് നാം ശ്രവിച്ചത്. നമുക്കറിയാം, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു ശീമോൻ പത്രോസ്. ഈ ശീമോൻ പത്രോസ് യേശു ആരാണെന്ന ചോദ്യത്തിന് ലോകപ്രശസ്തമായ ഉത്തരം നൽകിയ ആളാണ്. മറ്റാർക്കും ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാൻ കഴിയാതിരുന്നപ്പോൾ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ ശുശ്രൂഷാകാലത്ത് യേശുവിൻ്റെയും ശിഷ്യന്മാരുടെയും കേട്ടുനിന്നവരുടെയും മുമ്പിൽ അവൻ പ്രശംസ പ്രാപിച്ചു. അങ്ങനെ ഭയങ്കരമായ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പത്രോസ് മറ്റൊരിക്കൽ ഇവരെല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസ് വീണ്ടും ഒരിക്കൽ ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവനെ വെച്ചു തരും എന്ന് എടുത്തിയാടി വിശ്വാസം ഉറപ്പിച്ച അഥവാ ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം ഉറപ്പിച്ച പത്രോസ്. ഇങ്ങനെ പത്രോസിൻ്റെ ഗതകാല കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതയാത്രയിൽ ഒരു വേറിട്ട അഥവാ ഒരു പ്രത്യേകമായ സ്വഭാവക്കാരനായിരുന്നു പത്രോസ്. ഈ പത്രോസ് എത്ര ബലഹീനനാണെന്ന് അഥവാ വിശ്വാസത്തിൽ എത്ര ബലഹീനനാണെന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഭയങ്കരമായ വിശ്വാസ പ്രഖ്യാപനം നടത്തി കർത്താവിന് വേണ്ടി മരിക്കാമെന്നുള്ള ആ പ്രഖ്യാപനം നടത്തി, അതുപോലെ എല്ലാവരും തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞവൻ ഇതാ ജീവിത യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ തീ കാഞ്ഞു നിൽക്കുന്നവരുടെ മുമ്പിൽ ചിലർ നീ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനല്ലയോ എന്ന ചോദ്യത്തിന് അല്ല എന്നവൻ മറുത്തു പറഞ്ഞു. ഇവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ബലഹീനത നാം കാണുകയാണ്. പലപ്പോഴും പത്രോസിനെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇതുപോലെയുള്ള വിശ്വാസത്തിൻ്റെ കുറവ് നമുക്കുമില്ലേ? അതെ, വിശ്വാസം വർദ്ധിക്കുവാൻ
നാം കർത്താവിനെ മുറുകെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ കർത്താവിൻ്റെ കരമാണ് നമ്മെ വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്നത്. ആ കരം അഥവാ കർത്താവിൻ്റെ കരം വിട്ട് നാം നടന്നാൽ പത്രോസിന് ഇവിടെ സംഭവിച്ചതുപോലെ ചിലരുടെ മുമ്പിൽ കർത്താവിനെ തള്ളിപ്പറയേണ്ടി വരും. അതെ, ആ കരം പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരിക്കലും, അതെ, ആ യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടന്നാൽ ഒരിക്കലും നമുക്ക് കർത്താവിനെ തള്ളിപ്പറയേണ്ടി വരികയില്ല. ആമേൻ, ആമേൻ.